ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഇൻഡസ്ട്രിയുടെ ഡെഫിനിഷനും ക്ലാസിഫിക്കേഷനും പഠിച്ചു, ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ പഠിച്ചു, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് പഠിച്ചു. ഇനി നമ്മൾ മേജർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസും കണ്ടു അല്ലെ. ഏതൊക്കെയായിരുന്നു? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോട്ടൺ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയും ഉണ്ടായിരുന്നു അല്ലെ. സോ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ഇൻഡസ്ട്രിയും നോക്കണം. ഈ പറഞ്ഞിരിക്കുന്ന 3 ഇൻഡസ്ട്രീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ലൈക്ക് അതർ ഇൻഡസ്ട്രീസ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ടു comprises വേരിയസ് ഇൻപുട്ട് അല്ലെ. നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻപുട്ട് ഉണ്ട്, പ്രോസസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഉണ്ട് അല്ലെ. സോ കംപ്രൈസസ് വേരിയസ് ഇൻപുട്സ് ഉണ്ട്, പ്രോസസ്സസ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ദിസ് ഇസ് എ ഫീഡർ ഇൻഡസ്ട്രി. നമ്മൾ ഫസ്റ്റേ പറഞ്ഞു അല്ലെ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഫീഡർ ഇൻഡസ്ട്രി ആണ്. കാരണം എന്താണ്? ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി പ്രകാരം ഉണ്ടാക്കുന്ന അയണും സ്റ്റീലും വെച്ചിട്ടാണ് നമ്മൾ വേറെ ഇൻഡസ്ട്രിക്ക് വേണ്ട മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. whose products are used as raw material for other industries അല്ലെ. വേറെ ഇൻഡസ്ട്രീസിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഈ ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീന്റെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. the inputs for the industry include എന്തൊക്കെയാണ് ഇൻപുട്ടിൽ വരുന്നത്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഇൻപുട്ട് എന്തായിരുന്നു ഓർമ്മയില്ലേ? എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഇൻഡസ്ട്രി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുക്കേണ്ടത്. പിന്നെയുള്ള ഒരു സ്റ്റേജ് പ്രോസസ്സിംഗ് ആണ്. ലാസ്റ്റ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നതിന് നമ്മൾ ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. So input for the industry include എന്തൊക്കെയാണ്? raw materials such as iron ore വേണം, coal and limestone വേണം, along with the അപ്പൊ raw material ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ അയൺ ഓറ്, കോള്, ലൈംസ്റ്റോൺ. ഇനി ലേബർ വേണം, വേണ്ടേ? തൊഴിലാളികൾ വേണ്ടേ? ക്യാപിറ്റൽ വേണം, സൈറ്റ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ വേണം അല്ലെ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റ് വേണം, അവിടെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറും വേണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഇൻപുട്ട് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് അയൺ ഓർ ഓൺ ടു സ്റ്റീൽ ഇൻവോൾവ്സ് കുറേ സ്റ്റേജസ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ടാവും. ആൻഡ് ദ റോ മെറ്റീരിയൽ ഈസ് പുട്ട് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റോ മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്? അയൺ ഓർ ഉണ്ട്, കോൾ ഉണ്ട്, ലൈംസ്റ്റോൺ ഉണ്ട്. ഈ റോ മെറ്റീരിയലിനെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ഫർണസ് അല്ലെ, നിങ്ങൾക്ക് അറിയായിരിക്കും, കെമിസ്ട്രിയിൽ നിങ്ങൾ കാണുന്നത് അല്ലെ. അപ്പം വലിയൊരു നല്ല ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ഫർണസ് ആണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ റോ മെറ്റീരിയൽസ് ഒക്കെ ഇടും. എന്നിട്ട് അവിടെ ഒരു പ്രോസസ്സ് നടക്കും, അതാണ് സ്മെൽറ്റിംഗ്. അപ്പം ആ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അവിടെ പ്രോസസ്സ് നടക്കും, അതാണ് സ്മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. എന്നിട്ട് അവിടെ റിഫൈനിങ് ചെയ്യും. ഇറ്റ് ഈസ് ദെൻ റിഫൈൻഡ്. അപ്പൊ സ്മെൽറ്റിംഗ് കഴിഞ്ഞിട്ട് റിഫൈനിങ്ങും കഴിയും. ഓക്കെ, ഔട്ട്പുട്ട് ഒബ്റ്റൈൻഡ് ഈസ് സ്റ്റീൽ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? സ്റ്റീൽ കിട്ടും, വിച്ച് മേ ബി യൂസ്ഡ് ബൈ അതർ ഇൻഡസ്ട്രീസ് ആർ റോ മെറ്റീരിയൽ. ഈ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റീലിനെ നമുക്ക് വേറെ ഇൻഡസ്ട്രീസ് ചിലപ്പോൾ അതിന് റോ മെറ്റീരിയൽസ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് പ്രോസസ്സ്. ഇപ്പൊ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് 8 tons ഓഫ് കോൾ ഇടുന്നുണ്ട്, 4 tons ഓഫ് അയൺ ഓർ ഇടുന്നുണ്ട്, 1 ton ഓഫ് ലൈംസ്റ്റോൺ. ഇത്രയും സാധനങ്ങളല്ലേ? ലൈംസ്റ്റോൺ, അയൺ ഓർ, കോള്, ഇത്രയുമാണ് റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? 1 ton ഓഫ് സ്റ്റീൽ കിട്ടും അല്ലെ. ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുക? ഈ സ്റ്റീൽ കിട്ടും. ഈ സ്റ്റീലാണ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് വേറെ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ അനദർ ഇൻഡസ്ട്രിയിൽ നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന സ്റ്റീലാണ് അല്ലെ. സ്മെൽറ്റിങ്ങും റിഫൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെ, ബ്ലാസ്റ്റ് ഫർണസിൽ സ്മെൽറ്റിങ്ങും റിഫൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീൽ കിട്ടും. ആ സ്റ്റീൽ നമ്മൾ ഫീഡിങ് തന്നെ പറയാം അല്ലെ. കാരണം വേറെ ഇൻഡസ്ട്രീനെ ഫീഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ്, സ്റ്റീൽ ഈസ് ടഫ് ആൻഡ് ഇറ്റ് ക്യാൻ ഈസിലി ബി ഷേപ്ഡ്, കട്ട് ആൻഡ് മെയ്ഡ് ഇൻ ടു അയർ അല്ലെ. സ്റ്റീൽ എന്ന് പറയുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു മെറ്റലാണ്. ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് സ്റ്റീലിൽ കാണാൻ പറ്റും. സ്റ്റീൽ ഭയങ്കര ടഫാണ്, അതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അല്ലേ. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അതിനെ വയറാക്കി മാറ്റാനും പറ്റും. സ്പെഷ്യൽ അലോയ്സ് ഓഫ് steel can be made by adding
സ്മോൾ എമൗണ്ട് ഓഫ് അതർ മെറ്റൽ. അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സങ്കര ഇനം ലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വേറെ കുറച്ച് മെറ്റൽസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ സ്റ്റീലിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യും? സ്മോൾ എമൗണ്ട് ഓഫ് അതർ മെറ്റൽസ് ലൈക്ക് സ്റ്റീലിൽ കുറച്ച് അലുമിനിയം ആഡ് ചെയ്യുക, കുറച്ച് നിക്കൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കോപ്പർ ആഡ് ചെയ്തിട്ട് നമുക്ക് വേറെ 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 പ്രോഡക്ട്സ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അലോയ്സ് ഗീവ് സ്റ്റീൽ അൺയൂഷ്വൽ ഹാർഡ്നെസ്. ഇപ്പം സ്റ്റീലിനെ ഇങ്ങനെ വേറെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് വേറെ സംഭവങ്ങളാക്കി അല്ലെ അലോയ് ആക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിന് വേറെയും കുറേ ബെനിഫിറ്റ് കിട്ടും. അൺയൂഷ്വൽ ആയിട്ടുള്ള ഹാർഡ്നെസ് കിട്ടും, നല്ല ടഫായി കിട്ടും, അതിന് റസ്റ്റബിലിറ്റി ഉണ്ടാവില്ല, അതായത് തുരുമ്പിക്കൂല. ഇപ്പം ഇരുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തുരുമ്പിച്ചു പോകും അല്ലേ? ഇതുപോലെ അലോയ് ആക്കി മാറ്റി കഴിഞ്ഞാൽ, സ്റ്റീലാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുരുമ്പിക്കൂല. അപ്പൊ റസ്റ്റിനൊക്കെ എന്ത് ചെയ്യാം? പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സ്റ്റീൽ ഈസ് ഓഫൺ കോൾഡ് ദി ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. അപ്പം മോഡേൺ ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്തിനെയാണ്? സ്റ്റീലിനെയാണ്. സോ സ്റ്റീൽ ഈസ് ഓഫൺ നോൺ ആസ് ദി ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. Almost everything we use is either made of iron or steel or has been made with tools and machinery of these metals. അപ്പം നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നിലെ അയൺ വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും? സ്റ്റീൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. എന്ത് കാരണം? സ്റ്റീലിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ? അലോയ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിന് അൺയൂഷ്വൽ ഹാർഡ്നെസ് ഉണ്ടാവും, നല്ല ടഫ്നെസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിന് റസ്റ്റിങ് അല്ലെ, തുരുമ്പിക്കാതിരിക്കാനുമുള്ളൊരു എബിലിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ സ്റ്റീലിന് പറയുന്ന പേരാണ് ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. ഇനി ഷിപ്പ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കിയേ? ഷിപ്സ്, ട്രെയിൻസ്, ട്രക്ക് ആൻഡ് ഓട്ടോസ് ആർ മെയ്ഡ് ലാർജ്ലി ഓഫ് സ്റ്റീൽ അല്ലെ? ഷിപ്പിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. Even the safety pins and the needles you use are made from steel അല്ലെ? നമുക്ക് സേഫ്റ്റി പിൻ ഒക്കെ വളരെ അത്യാവശ്യമല്ലേ? അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിൻ വരെ നമ്മൾ എന്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്? സ്റ്റീലിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ വെൽസ് ആർ ഡ്രിൽഡ് വിത്ത് സ്റ്റീൽ മെഷീനറി. നമ്മൾ ഓയിൽ വെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, എണ്ണക്കിണറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റീൽ വെച്ചിട്ട്, സ്റ്റീലിന്റെ എക്യുപ്മെന്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡ്രിൽ ചെയ്യുന്നുണ്ടാവുക. സ്റ്റീൽ പൈപ്പ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തും. അതുപോലെ തന്നെ മിനറൽസ് ആർ മൈൻഡ് വിത്ത് സ്റ്റീൽ എക്യുപ്മെന്റ് അല്ലെ? മിനറലൊക്കെ നമുക്ക് അല്ലെ കുഴിച്ചെടുക്കേണ്ടി അല്ലേ? മണ്ണിന്റെ ഉള്ളിലേക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ മൈനിങ് അല്ലെ, ഖനികളിലൊക്കെ പോയിട്ട് നമുക്ക് കുഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ വെച്ചിട്ടുള്ള മെഷീൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫാം മെഷീൻസ് ആർ മോസ്റ്റ്ലി സ്റ്റീൽ. ലാർജ് ബിൽഡിങ്സ് ഹാവ് സ്റ്റീൽ ഫ്രെയിം വർക്ക്. അപ്പം വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീലായിരിക്കും. അപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റീല് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിന്ന് പോലും നമ്മൾ സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ? അതിന് ഒരുപാട് ടഫാണ്, ഹാർഡാണ്, റസ്റ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഷിപ്പ്, ട്രെയിന്, സ്റ്റീൽ പൈപ്പ് ലൈൻസ്, മൈനിങ് ഇൻസ്ട്രുമെന്റ്സ്, ഫാം മെഷീൻസ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ. And before 1800 AD, iron and steel industry was located where raw material, power supply and running water were easily available. അപ്പം AD 1800 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളത്? നന്നായിട്ട് റോ മെറ്റീരിയൽ കിട്ടുന്ന, നന്നായിട്ട് പവർ സപ്ലൈ ഉള്ള, നന്നായിട്ട് റണ്ണിങ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആയിരുന്നു ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Later, the ideal location for the steel industry was near coal fields and close to canals and railways. അതിനുശേഷം ഇത് കോൾ ഫീൽഡുകളിലും പിന്നെ കനാലും റെയിൽവേ ഒക്കെ അടുത്തുള്ള സ്ഥലത്തേക്ക് ആവാൻ തുടങ്ങി. After 1950, iron and steel industry began to be located on large areas of flat land near seaports. പിന്നീട് 1950ക്ക് ശേഷം അല്ലെ, 1950 ശേഷം എന്ത് സംഭവിച്ചു? എവിടേക്ക് മാറാൻ തുടങ്ങി? സീപോർട്ടിലേക്കൊക്കെ മാറാൻ തുടങ്ങി അല്ലെ? സമുദ്രം അടുത്തുള്ള അല്ലെങ്കിൽ തുറമുഖങ്ങളിൽ.
This is because by this time steel works had become very large and iron ore had to be imported from overseas. അപ്പം സീപോർട്ടിൽ ആവാനുള്ള കാരണം എന്താ, നമ്മളുടെ സ്റ്റീൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി ഭയങ്കര വലുതായി. അപ്പം നമുക്ക് അത്രയും ഒരു റോ മെറ്റീരിയൽ നമുക്ക് കിട്ടാതെയായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വേറെ സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സീ ഷോറിലൊക്കെ ആയിരിക്കണം അല്ലെ, ഓവർസീസ് വഴി ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി എവിടേക്ക് വേണം, സീപോർട്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കിട്ടണം. അതുകൊണ്ടാണ് 1950s കാലഘട്ടമായ സമയത്ത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ബിഗെയിൻ ടു ബി ലൊക്കേറ്റഡ് ഓൺ ലാർജ് ഏരിയാസ് ഓഫ് ഫ്ലാറ്റ് ലാൻഡ് നിയർ സീപോർട്ട്സിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. In India, iron and steel industry has developed taking advantage of raw material. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇത്രയും ഗ്രാൻഡ് ആയത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇത്രയും വളർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എന്തുണ്ട്, അയൺ ആൻഡ് സ്റ്റീലിൻ്റെ നന്നായിട്ട് റോ മെറ്റീരിയൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ അയൺ ആൻഡ് സ്റ്റീൽ ഡെവലപ്പ് ആവാനുള്ള കാരണം ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ റോ മെറ്റീരിയൽ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ പണിയെടുക്കാൻ ആൾക്കാരെയും കിട്ടും, ചീപ്പായിട്ട് ലേബറിനെയും കിട്ടും. ഓക്കെ, ചീപ്പ് ലേബർ, പിന്നെ ട്രാൻസ്പോർട്ട് ഒക്കെ എളുപ്പമാണ്, ആൻഡ് നല്ല മാർക്കറ്റും ഉണ്ട്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ്, അത് 4ഉം ഇന്ത്യയിൽ അവൈലബിളും ആണ്. എന്തൊക്കെയാണ്, നന്നായിട്ട് റോ മെറ്റീരിയൽ കിട്ടും, ചീപ്പായിട്ട് ലേബറിനെ കിട്ടും, നന്നായിട്ട് ട്രാൻസ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ത് ചെയ്തു, നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. All the important steel producing centers such as Bhilai, ഈ പേരുകൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ്. അപ്പോൾ ഈ പറയുന്ന പേരുകൾ, ഈ സ്ഥലങ്ങളുടെ പേരുകൾ നീറ്റായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ പ്രൊഡ്യൂസിങ് സെന്റേഴ്സ് ആണ്. ഭിലായ് ഉണ്ട്, ദുർഗാപൂർ ഉണ്ട്, ബാൺപൂർ ഉണ്ട്, ജംഷഡ്പൂർ ഉണ്ട്, റൂർക്കേല ഉണ്ട്, ബൊക്കാറോ. ഇത്രയും പേരുകൾ മസ്റ്റ് സ്റ്റഡിയാണ്. ഭിലായ് ഉണ്ട്, ദുർഗാപൂർ ഉണ്ട്, ബാൺപൂർ ഉണ്ട്, ജംഷഡ്പൂർ ഉണ്ട്, റൂർക്കേല ഉണ്ട്, ബൊക്കാറോ. അപ്പം ഇത്രയും സ്ഥലങ്ങൾ ആർ സിറ്റുവേറ്റഡ് ഇൻ റീജിയൻ ദാറ്റ് സ്പ്രെഡ്സ് ഓവർ 4 സ്റ്റേറ്റ്സ്. 4 സംസ്ഥാനങ്ങളിലായിട്ട്, ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഭിലായ്, ദുർഗാപൂർ, ബറൺപൂർ, ജംഷഡ്പൂർ, റൂർക്കേല, ബൊക്കാറോ. ഏതൊക്കെയാണ് ആ 4 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്? വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. ഭദ്രാവതി ആൻഡ് വിജയ്നഗർ ഇൻ കർണാടക, വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്, Salem in Tamil Nadu are other important steel centers utilizing local resources. Local resources utilize ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള സ്റ്റീൽ റിസോഴ്സസ് ആണ്. ഏതൊക്കെയാണ്? ഭദ്രാവതി ആൻഡ് വിജയ്നഗർ ഇൻ കർണാടക, വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്, സേലം ഇൻ തമിഴ്നാടു. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭിലായ്, ദുർഗാപൂർ, ബറൺപൂർ, ജംഷഡ്പൂർ, റൂർക്കേല, ബൊക്കാറോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ ആൻഡ് അയൺ ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, സ്റ്റീൽ പ്രൊഡ്യൂസിങ് സെന്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ജംഷഡ്പൂരിനെ പറ്റി ജസ്റ്റ് ഒരു ബ്രീഫ് നോക്കുകയാണ്. ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബിഫോർ 1947 there was only one iron and steel plant in the country. 1947 മുമ്പ് അല്ലെ, 1947 പ്രത്യേകത എന്താ? അതെ, ഇൻഡിപെൻഡൻസ് അല്ലെ. ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് 1947. അപ്പം ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആകെയുള്ള ഒരേ ഒരു ഓൺലി വൺ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ ദ കൺട്രി എന്ന് പറയുന്നത് ഏതായിരുന്നു? ടിസ്കോ ആയിരുന്നു. ദാറ്റ് ഈസ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്, ടിസ്കോ. ഇമ്പോർട്ടൻ്റ് ആണ്. ടാറ്റ ടിസ്കോ എന്ന് പറയുന്ന പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് അല്ലെങ്കിൽ ടിസ്കോ ആയിരുന്നു ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലുള്ള ഒരേ ഒരു സ്റ്റീൽ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് ടിസ്കോ ആയിരുന്നു. അത് ഒരാൾ പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ളതായിരുന്നു അല്ലെ. അതൊരു പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് പഠിച്ചു ക്ലാസിഫിക്കേഷൻ അല്ലെ. എന്താണ്? ഇൻഡിവിജ്വൽ, പ്രൈവറ്റ് ആയിട്ട് ഓൺ ചെയ്യുന്നത് അല്ലെ, ഇൻഡിവിജ്വൽ. അത് ഗവൺമെന്റിനുമായിട്ട് ബന്ധമില്ല. ഇറ്റ് വാസ് പ്രൈവറ്റ്ലി owned. After independence,
The government took the initiative and set up several iron and steel plantations. അപ്പം ഇനി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗവൺമെന്റ് എന്ത് ചെയ്തു? പുതിയ വേറെ ഇൻഡസ്ട്രീസ് ഒക്കെ കൊണ്ടുവന്നു. ടിസ്കോ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1907. ടിസ്കോ എപ്പോൾ തുടങ്ങിയതാ? 1940s. വർഷം എങ്ങനെയാ ഓർക്കാൻ പറ്റുക? 1947 മുമ്പുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ 1907 ഓർമ്മിക്കാൻ പറ്റും. അത് സാച്ചിയിലാണ് തുടങ്ങിയത്, നിയർ ദ കൺഫ്ലുവൻസ് ഓഫ് ദി റിവേഴ്സ്. ഏതാണ്? സബർണരേഖ ആൻഡ് ഖാർഖായ് ഇൻ ജാർഖണ്ഡ്. ഈ സ്ഥലത്താണ് എന്ത് ചെയ്തത്? 1907 ടിസ്കോ സ്റ്റാർട്ട് ചെയ്തത്. ലേറ്റർ ഓൺ സാക്ഷി വാസ് റീനെയിംഡ് ആസ് ജാംഷഡ്പൂർ. അപ്പം അതിനുശേഷം അപ്പം സാക്ഷി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ സ്ഥലം എന്തായിട്ട് അറിയപ്പെട്ടു? ജംഷഡ്പൂർ എന്ന് അറിയപ്പെട്ടു. Geographically, Jamshedpur is the most conveniently situated iron and steel center in the country. അപ്പം ജംഷഡ്പൂർ എന്ന് പറയുന്നത് നല്ലൊരു situated സ്ഥലമായിരുന്നു. സാച്ചി വാസ് chosen to set up the steel plant for several reasons. എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥലം അല്ലെ ടിസ്കോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാച്ചി സെലക്ട് ചെയ്തത്? This place was only 32 kilometers away from Kalimati station on the Bengal-Nagpur railway line. അതായത് എന്താണ് അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പം അല്ലെ. 32 kilometers ഫ്രം ദ റെയിൽവേ ലൈൻ അല്ലെ. റെയിൽവേ ലൈനിൽ 32 kilometers ഉള്ളൂ. അപ്പൊ അത്രയും അടുത്തായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. It was close to the iron ore അല്ലെ. iron ore, coal, manganese deposit as well as to കൊൽക്കത്ത. അപ്പം എന്താണ് അത്രയും റോ മെറ്റീരിയൽ അത്രയും അടുത്ത് കിട്ടുന്നുണ്ട് അല്ലെ. റോ മെറ്റീരിയൽ അടുത്തുണ്ട്, നന്നായിട്ട് ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്നുണ്ട്. വിച്ച് പ്രൊവൈഡഡ് എ ലാർജ് മാർക്കറ്റ്. അടുത്ത് കൽക്കത്തയും ഉണ്ട്. കൽക്കത്ത എന്ന് പറയുന്നത് എന്താണ്? നല്ലൊരു ലാർജ് മാർക്കറ്റും ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒത്തു വന്നത് കൊണ്ടാണ് സാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് തുടങ്ങിയിട്ടുള്ളത്? ടിസ്കോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ലേറ്റർ എന്തായിട്ട് മാറി? ജംഷഡ്പൂർ എന്നാണ് പിന്നീട് മാറ്റി എഴുതിയത്. ഓക്കെ, ആ സ്ഥലത്തിന്റെ പേര് മാറ്റി. സോ Tisco gets coal from Jeria coalfields and iron ore, limestone, dolomite and manganese from Odisha and Chhattisgarh. അപ്പം ടിസ്കോയ്ക്ക് വേണ്ട കോൾ എവിടെന്നാ കിട്ടുന്നത്? ജെറിയ കോൾഫീൽഡ്സ് കിട്ടുന്നുണ്ട്. അയൺ ഓറ്, ലൈംസ്റ്റോൺ, ഡോളമൈറ്റ് ഒക്കെ എവിടുന്ന് കിട്ടുന്നുണ്ട്? ഒഡീഷയിൽ നിന്നും ഛത്തീസ്ഗറിൽ നിന്നും കിട്ടുന്നുണ്ട്. The Karkai and Subarnarekha rivers ensured sufficient water supply. അല്ലെ, നന്നായിട്ട് വാട്ടർ സപ്ലൈയും കിട്ടുന്നുണ്ട്. സുബർണരേഖ അല്ലെ, അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. സുബർണരേഖ റിവേഴ്സ്, പിന്നെ കാർക്കായി എന്ന് പറയുന്ന അതും എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് അല്ലെ വാട്ടർ സപ്ലൈ. അപ്പം എന്താ ഇതിലപ്പുറം വേറെ എന്ത് വേണം? നല്ലൊരു സ്ഥലം ആണ്, നല്ല ഈസി ആക്സസ് ഉണ്ട് അല്ലെ. റെയിൽവേ ലൈനുമായിട്ട് 32 kilometers ഉള്ളൂ. അതുപോലെ തന്നെ നല്ല മാർക്കറ്റ്, കൊൽക്കത്തയുടെ അടുത്തായിട്ട് നല്ല സുബർണരേഖ റിവേഴ്സിനൊക്കെ നല്ല വാട്ടർ സപ്ലൈ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ഒക്കെ അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ടിസ്കോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് പ്രൊവൈഡഡ് അഡിക്വേറ്റ് ക്യാപിറ്റൽ ഫോർ ഇറ്റ്സ് ലേറ്റർ ഡെവലപ്മെന്റ്. പിന്നീട് അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. In Jamshedpur, several other industrial plants were set up after Tisco. ടിസ്കോയ്ക്ക് ശേഷം ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് ടിസ്കോയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. They produce അവരെന്തൊക്കെ? കെമിക്കൽസ്, ലോക്കോമോട്ടീവ് പാർട്സ്, അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്, മെഷീനറി, ടിൻ പ്ലേറ്റ്, കേബിൾ ആൻഡ് വയർ. അപ്പം പല തരത്തിലുള്ള പ്രോഡക്ട്സ് ടിസ്കോയ്ക്ക് ശേഷം വന്ന ഇൻഡസ്ട്രീസ്, കെമിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, മെഷീനറി ഉണ്ട് അല്ലെ, വയേഴ്സ് ഉണ്ട്. അപ്പം ഒരുപാട് പ്രോഡക്ട്സ് അല്ലെ. ടിസ്കോ എന്ന് പറയുന്ന സംഭവം ജംഷഡ്പൂരിൽ വന്നു. ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് പിന്നീട് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ വേറെ കുറെ പ്ലാന്റേഷൻസും വന്നു. ഡെവലപ്മെന്റ് ഓഫ് ദി അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഓപ്പൺ ദി ഡോർസ് ടു റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇന്ത്യ. അപ്പം ഇന്ത്യയിൽ ഈ ഒരു ടിസ്കോ അല്ലെ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വന്നു. അത് വന്നത് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് വളരെ ഭയങ്കര ഫാസ്റ്റ് ആക്കി. ഇന്ത്യ വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെ. ഈ അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ബാക്കിയുള്ള ഇൻഡസ്ട്രിക്കുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പം നന്നായിട്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഡസ്ട്രിയും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യയിൽ നല്ലൊരു ഗ്രോത്തിനെയാണ് അത് കാണിക്കുന്നത്.
development of the iron and steel industry opened the doors to rapid industrial development in India. Almost all sectors of the Indian industry depend heavily on the iron and steel industry for their basic infrastructure. The Indian iron and steel industry consists of large integrated steel plants as well as mini steel mills. ഇന്ത്യയുടെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനകത്ത് വലിയ വലിയ ലാർജ് ആയിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ മിനി സ്റ്റീൽ മിൽസും ഉണ്ട്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ്, റോളിംഗ് മിൽസ് ആൻഡ് ആൻസിലറി ഇൻഡസ്ട്രീസ്. അപ്പം ഇന്ത്യയുടെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പിറ്റ്സ്ബർഗ്. ഓക്കെ, പിറ്റ്സ്ബർഗ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ജംഷഡ്പൂരിനെ പറ്റിയിട്ട് ഇപ്പൊ എന്താ പഠിച്ചത്? ജംഷഡ്പൂരിന്റെ ഇൻഡസ്ട്രീസിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? 1947 മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ, 1907 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ളതായിരുന്നു അല്ലെ. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തതിൽ. അതിന് ഒരുപാട് ജിയോഗ്രഫിക്കലി ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമായിരുന്നു, നല്ല മാർക്കറ്റ് അവൈലബിൾ ആയിരുന്നു അല്ലെ. പിന്നെ എന്താണ്, റോ മെറ്റീരിയൽസ് അവിടെ കിട്ടുമായിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് ഡിസ്കോ വന്നതിന് ശേഷം എന്താണ്, വേറെയും കുറെ ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പായി വന്നു. ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് കൊടുത്തു. വേറെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഈ കെമിക്കൽ അല്ലെങ്കിൽ മെഷീനറി, കേബിൾ, വയർ, ഇങ്ങനത്തെ ഇൻഡസ്ട്രീസ് ഒക്കെയാണ് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഡെവലപ്മെന്റ്, അയൺ സ്റ്റീൽ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ആയതിനു ശേഷം എന്താണ്, വേറെ ഒരുപാട് ഇൻഡസ്ട്രീസ് എന്തായിക്കൊണ്ടിരുന്നു, ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നു. ഇന്ത്യന്റെ കേസ്, ഇന്ത്യ കുറച്ചും കൂടി എന്താവാൻ തുടങ്ങി, ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. ഇനി പിറ്റ്സ്ബർഗ് ആണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റീൽ സിറ്റി ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെ. USA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ സിറ്റിയാണ്. ദ സ്റ്റീൽ ഇൻഡസ്ട്രി അറ്റ് പിറ്റ്സ്ബർഗ് എൻജോയ്സ് ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ്. ഒരുപാട് അഡ്വാൻറ്റേജസ് അല്ലെ, അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. സം ഓഫ് ദ റോ മെറ്റീരിയൽസ് സച്ച് ആസ് കോൾ ഇസ് അവൈലബിൾ ലോക്കലി അല്ലെ. അപ്പം ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഏതൊക്കെയായിരുന്നു? നമ്മൾ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട അഡ്വാൻറ്റേജസ്? റോ മെറ്റീരിയൽ ഇഷ്ടംപോലെ അടുത്ത് തന്നെ കിട്ടുക, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമായിരിക്കണം, നന്നായിട്ട് വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, ചീപ്പായിട്ട് ലേബേഴ്സിന് കിട്ടണം, അതുപോലെ തന്നെ നന്നായിട്ട് ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റ് നന്നായിട്ട് കിട്ടണം. ഇത്രയും കാര്യങ്ങളാണ് മിനിമം വേണ്ടത് അല്ലെ. അപ്പം ഇവർക്ക് വേണ്ട റോ മെറ്റീരിയൽ ആയിട്ടുള്ള കോള് അവിടെ തന്നെ അവൈലബിൾ ആയിരുന്നു. ആൻഡ് while the iron ore comes from the iron mines at Minnesota about 1500 kilometer from Pittsburgh. അപ്പം റോ മെറ്റീരിയൽ എന്താണ്, കുറച്ച് അടുത്തടുത്തായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. Between these mines and Pittsburgh is one of the world's best routes for shipping ore cheaply. അവിടെ ഓർ ഷിപ്പിംഗ് വളരെ ചീപ്പായിട്ട് ചെയ്യുന്ന ഒരു റൂട്ട് ഉണ്ടായിരുന്നു അടുത്ത് തന്നെ. അപ്പം എന്താ, ട്രാൻസ്പോർട്ടേഷനും എളുപ്പമായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. The famous Great Lakes Waterway. Trains carry the ore from the Great Lakes to the Pittsburgh area. അപ്പം അവിടെ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്. ട്രെയിന് ഈ ഓറുകളൊക്കെ എന്ത് ചെയ്യും, ഈസി ആയിട്ട് പിറ്റ്സ്ബർഗിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം അതാണ് അതിന്റെ ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് അല്ലേ. USA ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് ഏതെന്ന് പറയുന്നത്, പിറ്റ്സ്ബർഗിലുള്ളത്. അതിന് അടുത്ത് നന്നായിട്ട് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്, അതുപോലെ തന്നെ അതിന് റോ മെറ്റീരിയലും കിട്ടുന്നുണ്ട്. സോ അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദ ഒഹിയോ, ദ മൊണോഗഹെല ആൻഡ് അലിഗാനി റിവേഴ്സ് പ്രൊവൈഡ് അഡിക്വേറ്റ് വാട്ടർ സപ്ലൈ. അപ്പൊ നന്നായിട്ട് വാട്ടർ സപ്ലൈ, നമ്മൾ ഇന്ത്യയിലെ ഡിസ്കോനാണെങ്കിൽ സുബർണരേഖ അല്ലെ, നന്നായിട്ട് വാട്ടർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. ടുഡേ very few of the large steel mills are in Pittsburgh itself. They are located in the valleys of the Monongahela and Allegheny rivers above Pittsburgh and along the Ohio River below it. Finished steel is transported to the market by both land and water routes. അപ്പം പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണം. ഏത് വഴിയാണ് കൊണ്ടുപോകുന്നത് മാർക്കറ്റിലേക്ക്? ലാൻഡ് റൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഏതുമുണ്ട്, വാട്ടർ റൂട്ട്സും ഉണ്ട്.
The Pittsburgh area has many factories other than steel mills. ഈ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ റീജിയൺ ആണ് അല്ലെ. ഒരുപാട് ഇപ്പൊ സ്റ്റീൽ മാത്രമല്ല വേറെയും കുറെ ഫാക്ടറീസ് ഉണ്ട്. These use steel as their raw material. അപ്പം വേറെയും കുറെ ഫാക്ടറീസ് ഉണ്ട്, അടുത്തൊരു സ്റ്റീലിന്റെ മാനുഫാക്ചറിങ് നടത്തുന്നുണ്ട്. അപ്പം ഈ ഉണ്ടാക്കുന്ന സ്റ്റീൽ എന്ന് പറയുന്നത് വേറെ ഇൻഡസ്ട്രീസിന്റെ റോ മെറ്റീരിയൽ ആയിട്ടും ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Okay, raw material to make many different products such as railroad equipment. അല്ലെ, ഈ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് റെയിൽ റോഡ് എക്യുപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹെവി മെഷീനറി ആൻഡ് റെയിൽസ്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് സ്റ്റീൽ ഉപയോഗിച്ചിട്ട് അല്ലെ. അപ്പം ഇവിടെ പിറ്റ്സ്ബർഗിൽ എന്തുണ്ട്, സ്റ്റീൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനടുപ്പിച്ച് വേറെയും ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ട റോ മെറ്റീരിയൽ ആയിട്ട് ഈ സ്റ്റീൽ സപ്ലൈ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ പിറ്റ്സ്ബർഗിൽ ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്. അഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ കിട്ടുന്നുണ്ട്. റോ മെറ്റീരിയൽ ഒക്കെ അത്യാവശ്യം അടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വാട്ടർ റൂട്ട് വഴിയും അതുപോലെ തന്നെ ലാൻഡ് റൂട്ട് വഴി അവർക്ക് മാർക്കറ്റും അവൈലബിൾ ആകുന്നുണ്ട്. സോ അത്രയും അഡ്വാൻറ്റേജസ് അവിടെ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് കാര്യമാണ് പഠിച്ചത്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ ഫോർമോസ്റ്റ് അല്ലെ 1907 അല്ലെ 1907 ജംഷഡ്പൂർ അല്ലെങ്കിൽ പഴയ സാക്ഷിയിൽ വന്നിട്ടുള്ളതായിരുന്നു ഏത്, ടിസ്കോ അല്ലെ. ടിസ്കോ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ USA കാര്യം പറഞ്ഞു അല്ലെ, പിറ്റ്സ്ബർഗിലെ കാര്യം പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കോട്ടൺ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും IT ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്